ഈ ലോകകപ്പിലെ ഔദ്യോഗിക പന്തായ ട്രിയോണ്ടയുടെ വിശേഷങ്ങൾ നോക്കിയാലോ. ട്രിയോണ്ട വെറുമൊരു പന്ത് മാത്രമല്ല, നൂതന സാങ്കേതികവിദ്യകളുടെ സമന്വയം കൂടിയാണ്. 3 ആതിഥേയ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ട്രൈ, സ്പാനിഷിൽ തിരമാലയെന്ന് അർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നതാണ് ട്രിയോണ്ട എന്ന പേരിന് പിന്നിൽ. തുന്നലുകളില്ലാതെ 4 പാനലുകൾ ചേർത്തുള്ള നിർമ്മാണമാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ചൂട് ഉപയോഗിച്ച് ബന്ധിപ്പിച്ച 4 പോളിയൂറത്തീൻ പാനലുകളാണ് ഇതിൽ ഉപയോഗിക്കുക. പാനലുകൾ പരസ്പരം ഒട്ടിച്ചെടുക്കുന്നതിനാൽ വെള്ളം ഇതിനുള്ളിൽ കയറില്ല. അതോടൊപ്പം പന്തിന് കൂടുതൽ മിനുസവും കൃത്യതയും ഇതുവഴി ലഭിക്കുന്നു. അതോടൊപ്പം പാസുകളിലും ലോങ് ബോളുകളിലും ഷോട്ടുകളിലും വായുവിലൂടെയുള്ള ബോളിന്റെ കൃത്യതയാർന്ന സഞ്ചാരപാത ഉറപ്പാക്കാനാകും എന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. പന്തിന്മേൽ മികച്ച ഗ്രിപ്പ് ലഭിക്കുന്ന രീതിയിലാണ് പന്തിന്റെ പുറംഘടനാ നിർമ്മാണം. ഇതിലൂടെ കളിക്കാർക്ക് മികച്ച സ്പിന്നും നിയന്ത്രണവും ലഭിക്കുന്നു. കൃത്യമായ ട്രാക്കിംഗ് ആണ് മറ്റൊരു പ്രത്യേകത. അഡിഡാസിന്റെ കണക്റ്റഡ് ബോൾ ടെക്നോളജിയുടെ ഏറ്റവും അപ്ഡേറ്റഡ് പതിപ്പ് ട്രിയോണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പന്തിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇനർഷ്യൽ മെഷർമെന്റ് യൂണിറ്റ് സെൻസർ സെക്കൻഡിൽ 500 എന്ന കണക്കിൽ ബോളിന്റെ ചലനം റെക്കോർഡ് ചെയ്യും. അതിനാൽ പന്തിന്റെ സ്ഥാനം, വേഗം, സ്പർശനം എന്നിവ തത്സമയം കൈമാറും. ഈ ഡാറ്റകൾ ഫിഫയുടെ സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് സിസ്റ്റവുമായും വാർ സാങ്കേതിക വിദ്യയുമായും സംയോജിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഓഫ്സൈഡ്, ഹാൻഡ്ബോൾ, മറ്റ് തർക്ക വിഷയങ്ങളിൽ വേഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ റഫറിമാരെ ഇത് സഹായിക്കും. ഇനി ഡിസൈൻ സൈഡിലേക്ക് നോക്കിയാൽ നീല, പച്ച, ചുവപ്പ് നിറങ്ങളിൽ തിരമാലയുടെ ഡിസൈൻ പന്തിൽ കാണാം. ലോകകപ്പിന് വേദി ഒരുക്കുന്ന US, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ആ നിറങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അതോടൊപ്പം നക്ഷത്രങ്ങൾ, മേപ്പിൾ ഇല, കഴുകൻ എന്നിങ്ങനെയുള്ള ചിഹ്നങ്ങളും ഈ രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു.